ഇവിടെ ആരോ പറയുന്നത് കേട്ടു, ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇപ്പോൾ ശ്രീചിത്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വന്നിട്ട് എനിക്കും മന്ത്രി ഗണേഷ് കുമാറിന് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് വേറെ ആരുമില്ല, ഏതാനും അധ്യാപകർ അത്തരത്തിലൊരു വിമർശനം നടത്തിയെന്ന് പറയുന്നത് കേട്ടു. അത് രാഷ്ട്രീയമുള്ള അധ്യാപകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല, ഇത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നല്ല കാര്യമാണ്. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താലും അതിനെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കാണുന്നത് ഒട്ടും ശരിയാവില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാനും ശ്രീ ഗണേഷ് കുമാറും ഒക്കെ തന്നെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തോ ഭാഗ്യമെന്ന് പറയാം. നിയമസഭയിൽ ഇന്ന് ബഡ്ജറ്റ് ചർച്ച ചെയ്യാം. കേന്ദ്ര ഗവൺമെന്റ് നമ്മെ എല്ലാ നിലയിലും ഞെരിക്കുകയാണ്. കേരളത്തിൽ തന്നത് ആമയാണ് തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരേ ആമ, 3.25 കോടി ആമ വേണ്ടി വരും കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരേ ആമ കൊടുക്കുന്നതിന് വേണ്ടി. അല്ലാതെ ഒരു പൈസ പോലും നമുക്ക് നൽകിയിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനാണെങ്കിൽ കുട്ടികൾക്ക് പാഠപുസ്തകത്തിനുള്ള പൈസയില്ല, ഉച്ചഭക്ഷണത്തിനുള്ള പൈസയില്ല, അധ്യാപകർക്ക് ശമ്പളത്തിനുള്ള പൈസയില്ല, ഒരു കാശ് തരുന്നില്ല, ഒരു പൈസയുമില്ല. അത് ഇനിയിപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ആമ കൊടുക്കാനും പറ്റില്ല. കൊച്ചുമക്കൾക്ക് ആമ കൊടുത്താൽ അവർ എന്ത് ചെയ്യും? ഇപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിൽ ഇന്നിപ്പോൾ നല്ല സാമാന്യം മെച്ചപ്പെട്ടൊരു ബഡ്ജറ്റാണ്. ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രഖ്യാപിച്ച ബഡ്ജറ്റാണ് കേരളത്തിലെ ബഡ്ജറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.